ഈ വിഷയം ഉണ്ടായ സമയത്ത് അതിനെ തുടർന്നുള്ള ആ ഒരു പത്രസമ്മേളനത്തിൽ ഗോവിന്ദൻ മാഷോട് ചോദിക്കുന്നുണ്ടല്ലോ, അവിടെ ഇരുന്നിട്ടാണ് ചോദിക്കുന്നത്, ഓക്കെ ഗണപതി മിത്താണോ എന്ന് ചോദിക്കുമ്പോൾ ഈ വിഷയത്തിൽ തന്നെയാണ് പറഞ്ഞത് മിത്താണ് എന്ന് ഗോവിന്ദൻ പറയുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ്, പത്രസമ്മേളനം നമ്മൾ കണ്ടതാണ്. അല്ല, വിശ്വാസികളുടെ എല്ലാ വിശ്വാസങ്ങളും മിത്താണെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മിത്തായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാന ഉദാഹരണമാണ് ഈ കേരളം രൂപപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. മറ്റേ ദൈവത്തിന്റെ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏക ദൈവത്തിന്റെ ഒരു പ്രത്യേക തലമാണ് മുസ്ലിം കൈകാര്യം. ഇവിടെ 1008 ലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെ ദൈവങ്ങളില്ലേ, അതിന് ഓരോ ദൈവത്തിൽ പറഞ്ഞാൽ ഇത് മിത്താണോ, ഇതുവരെ ദൈവികമാണോ എന്ന് പറയുന്നതായിരിക്കും. അടുത്ത ശ്വാസത്തിൽ ആദ്യത്തെ ചോദ്യം എന്താണ്? അങ്ങനെയാണെങ്കിൽ അള്ളാഹു മിത്താണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയെല്ലാം നമുക്ക് മിത്താന്ന് പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ എല്ലാ മുത്തുക്കളെയും നമുക്ക് അങ്ങനെ മിത്തുക്കളാക്കിയാൽ നമ്മൾ പണി കൂട്ടും മുത്തുക്കളെ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കാര്യം കാണുമ്പോഴാണ് ഇതുപോലുള്ള സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ ഇല്ലാതെ വരുമ്പോൾ അവിടെ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന വിഷയത്തിൽ അൺഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പല എഫക്ട്സും റിപ്പർക്കഷൻസും ഇതിന്റെ പിന്നാലെ കടന്നു വരും എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഇന്ന് ഹിന്ദു ഉണർന്നത് പോലും എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അതല്ലാതെ ഹിന്ദുവിനെ ഉണർത്തിയത് സംഘപരിവാറുകാരല്ല, ഹിന്ദുവിനെ ഉണർത്തിയത് ശശികല ടീച്ചറല്ല, ഹിന്ദുവിനെ ഉണർത്തിയത് ഒരു ആർ വി ബാബു അല്ല, ഒരു വിശ്വ ഹിന്ദു പരിഷത്തുകാരനല്ല, ഹിന്ദുവിനെ ഉണർത്തിയത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. ഏതുപോലെ ഈ കപട പുരോഗമനവാദവും ഈ കപട മതേതരത്വവും ഇതുപോലെയുള്ള വൺ സൈഡഡ് ആയിട്ടുള്ള ശാസ്ത്രം തിരികലും ഇതൊക്കെ കാണുമ്പോൾ ഇതെന്താ നമ്മളുടെ മതത്തിന് മാത്രം തലക്കിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, മറ്റേ മതത്തിനൊന്നും എന്താ കിട്ടാത്തത് എന്ന് ചിന്ത വരുമ്പോൾ, ഇത്ര നാളും നടന്നിട്ട് ഗോൾവാർക്കറെ വിമർശിച്ചും സവർക്കറെ പഞ്ഞിക്കിട്ടിട്ടും ഉണരാത്ത ഹിന്ദു ഗണപതിയെ തൊട്ടപ്പോൾ ഉണർന്നിട്ടുണ്ടെങ്കിൽ, ആ സംഗതി ഉണർന്ന ആളുകളെ മുഴുവൻ വിശ്വാസം കൊണ്ടു നടക്കുന്ന സാധാരണ വിശ്വാസികളായിട്ടുള്ള മതവിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കളെ, ഇന്ന് വ്രണം പൊട്ടിയ ആളുകളെ മുഴുവൻ നിങ്ങൾ ഇന്ന് സംഘി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു അബദ്ധം കൂടിയാണെന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. കാരണം നിങ്ങൾ അവർക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള സർവീസാണ് ചെയ്തു കൊടുക്കുന്നത് സംഘപരിവാറുകാർക്ക്. കാരണം ഇത്ര നാളും സംഘപരിവാർ എന്ന് പറയുന്ന ആ ഒരു ഔട്ട്ഫിറ്റിനോടൊപ്പം ചേരുന്നതിനെക്കുറിച്ച് ആലോചിക്കാതെ അതിൽ ചേർന്നാൽ നാണക്കേടാണെന്ന് ചിന്തിക്കുന്നത്, സംഘി എന്ന് പറഞ്ഞാൽ ചാണകം ഓർമ്മ വന്നിരുന്ന ആളുകൾക്ക് ഇന്ന് അഭിമാനത്തിന്റെ രൂപമായിട്ടോ അതല്ലെങ്കിൽ ഹിന്ദുവിനെ രക്ഷിക്കാനുള്ള എന്തോ ഒരു സാധനമാണെന്നുള്ള രീതിയിൽ അവർക്കൊരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അത് ഉണ്ടാക്കിയത് ഇത്ര നാൾ പണിയെടുത്ത ശശികല ടീച്ചറല്ല, ഇത്ര നാൾ പണിയെടുത്ത ആർ വി ബാബു അല്ല, ഇത്ര നാൾ പണിയെടുത്ത മോഹൻ ഭഗവതും അല്ല, ഒരു ഭഗവാനും അല്ല, ഇന്നെടുത്തത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ഇരട്ടത്താപ്പാണ്.